കരോളിനാവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. മൃദുഹസിത മനോഹര കളേബരം എന്ന മനോഹര ഗാനവുമായി ഗായക സംഘം Jai
കുടുംബത്തോടും ചേർന്ന് ഈ ദേശത്തോട് ചേർന്ന് അങ്ങയുടെ തിരുജനനത്തിന്റെ സന്തോഷം അന്യോന്യം പങ്കുവയ്ക്കാനും അടിയങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയെ ഒരിക്കൽ കൂടി ക്ഷണിക്കുവാനും അടിയങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരിക്കൽ കൂടി റീഡെഡിക്കേറ്റ് ചെയ്യുവാനായിട്ടും ഇപ്രകാരം ഒരു സന്ധ്യ അടിയങ്ങൾക്ക് വേർതിരിച്ചു തന്നല്ലോ. ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവും അല്പസമയം ശ്രമിക്കാനായിട്ട് അങ്ങ് വേർതിരിച്ചിരിക്കുന്ന നിമിഷത്തിനായിട്ട് സ്തോത്രം. ബലഹീന അടിയൻ അവിടുത്തെ മക്കളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അടിയനിൽ ഒരു യോഗ്യതയുമില്ല. അടിയൻ പറയേണ്ടുന്നത് കർത്താവ് തന്നെ പറഞ്ഞു തരണമേ. അങ്ങ് പറയുന്നത് മാത്രം സംസാരിക്കാനുള്ള കൃപ തരണമേ. കേൾക്കുന്ന മക്കളെല്ലാം അവിടത്തേക്കുള്ളവരാണല്ലോ. ദൈവമേ, വളരെ ഫെമിലിയർ ആയുള്ള പാസേജും ഫെമിലിയർ ആയുള്ള ക്രിസ്മസ് സ്റ്റോറിയും ഒക്കെ ആണെങ്കിലും ദൈവത്തിന്റെ വചനം ഓരോ നിമിഷവും പുതിയ വരുന്നതാണല്ലോ. അത് അടിയങ്ങളോട് സംസാരിക്കുകയും അടിയങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും അടിയങ്ങളെ സൗഖ്യമാക്കുകയും കർത്താവെ ഭയപ്പാടിലുള്ളവരെ ദൈവികമായ ബലത്തോടെ അവിടെ നയിക്കുകയും ചെയ്യണം. ആദ്യയോടെ കൃപ വ്യാപരിക്കണം. യേശു മിശിഹായുടെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ ഏറ്റവും അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും എന്നവനായ സർവശക്തനായ യേശു മിശിഹായുടെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. അയ്യപ്പൻ കോവിൽ സെന്റ് സ്റ്റീവൻ CSI ദൈവാലയത്തിലെ ഈ 2025 വർഷത്തിലെ കരോൾ ഗാന ശുശ്രൂഷയിൽ എനിക്കും കഴിഞ്ഞ വർഷത്തിലെ പോലെ തന്നെ കുടുംബമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം ഒരുക്കിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് കടന്നു വന്നപ്പം ഇപ്രകാരം വചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ടൊരു അവസരം കൂടി സ്നേഹമുള്ള അശോക് കുമാർ അച്ഛൻ ഒരുക്കിയതോർത്തും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പരമാവധി ബൈബിൾ സൊസൈറ്റിയിലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം സഭയുടെ ചാർജ് ഇല്ലാത്തത് കൊണ്ട് മാതൃകിടവകയിലെ കരോൾ സർവീസും അതുപോലെ തന്നെ ന്യൂ ഇയറിന്റെ ദിവസവും പരമാവധി ഒരു പ്രോഗ്രാമും കൊടുക്കാതെ മാറ്റിവെച്ച് കൂടണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഈ വർഷവും ഞാൻ ഈ ദിവസം 21-ാം തീയതി ആണെന്ന് അറിഞ്ഞുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്ത് ഇടുകയും അതുപോലെ പുതിയ വർഷത്തെ ശുശ്രൂഷയിലും അയ്യപ്പൻ കോവിൽ മാതൃടവകയിൽ ആരാധിച്ചു തുടങ്ങുന്ന അനുഗ്രഹമാണല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് പുതിയ വർഷത്തിലും അയ്യപ്പൻ കോവിൽ ഇടവകയിൽ നിന്ന് ആരാധിച്ചു തുടങ്ങാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ വിചാരിച്ചു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി മറ്റേ ആരെങ്കിലും വിളിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഇനിമേ വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ജനീച്ചയും കുഞ്ഞുങ്ങളും ഗായക സംഘത്തിലുണ്ട്. തന്നെയല്ല അയ്യപ്പൻ കോവിലിലെ കരോൾ സർവീസിന്റെ ഭാഗമാകണം എന്നും ആഗ്രഹമുണ്ട്. വരാൻ വേണ്ടി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഞാൻ തന്നെ വചന ശുശ്രൂഷ നിർവഹിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഞാനാണ് അത് നിർവഹിച്ചത്. വീണ്ടും അതൊരു അധികപ്പിച്ചല്ലേ അച്ഛ, മറ്റാരെങ്കിലും ഒരാളെ വിളിച്ച സന്തോഷമാണ്. ഞാൻ അച്ഛനോട് കൂടെ ആരാധനയുടെ ഒക്കെ ഭാഗമാകാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഞാൻ എല്ലാ ആഴ്ചയും അയ്യപ്പൻ കോവിലിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. അച്ഛന്റെ ആ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നു. ഞാൻ ഒരിക്കലും ഒരു ഗസ്റ്റ് അല്ല. എന്റെ മാതൃഇടവകയാകുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഏത് സമയം വരാനും ആരാധന കൂടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് രാവിലെ കട്ടപ്പന പള്ളിയിലാണ് ശുശ്രൂഷയിൽ പങ്കെടുത്തത്. അതും ഞാൻ അങ്ങോട്ട് വിളിച്ച് പോയി ഉള്ള ഒരു ശുശ്രൂഷയായിരുന്നു. ബൈബിൾ സൺഡേ ഒക്കെ ആയിട്ട് അവിടെ ക്രമീകരിച്ചു. അവിടെ പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. അതും എന്റെ ഒരു ആദ്യത്തെ മാതൃഇടവകയാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. എങ്കിലും അല്പസമയം വചനത്തിന് മുമ്പിൽ നിന്ന് നിൽക്കാനായിട്ട് അനുവാദം തന്ന അച്ഛനോടും സഭയുടെ കമ്മിറ്റി അംഗങ്ങളോടും ഗായക സംഘത്തിലെ അംഗങ്ങളോടും എല്ലാ ചുമതലക്കാരോടുമുള്ള നന്ദി അറിയിക്കുന്നു. വളരെ ഫെമിലിയർ ആയിട്ടുള്ള മെസ്സേജ് ആണെങ്കിലും ദൈവവചനത്തിന്റെ പ്രത്യേകത ഓരോ നിമിഷവും അത് നമുക്ക് പുതിയ ചിന്തകളെയും പുതിയ രൂപാന്തരത്തെയൊക്കെ നൽകുന്നതാണ്. ചിലപ്പോൾ ഒരു പ്രസംഗത്തിലെ 1 മണിക്കൂറുള്ള ഒരു പ്രസംഗത്തിലെ ഒരു വാക്കായിരിക്കാം ഒരാളെ സ്പർശിക്കുന്നത്. അതുകൊണ്ട് യാതൊരു മുൻവിധികളുമില്ലാതെ വചനത്തിന് മുമ്പാകെ അല്പസമയമായിരിക്കാം ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ഹൃദയവിചാരത്തോടെ ആയിരിക്കാം. അശോക് കുമാർ അച്ഛനെയും കൊച്ചമ്മയെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നാടുകളിൽ നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ ദേശത്തിനും മഹായിടവയ്ക്കും നൽകുന്ന സേവനത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്കും നൽകുന്ന പ്രാർത്ഥനാ സപ്പോർട്ടിനും പിന്തുണയ്ക്കും ദൈവത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്നേഹമുള്ള സജി സാറ് നമ്മോട് കൂടെ ഈ ഇടവകയുടെ ഭാഗമായിട്ട് തന്നെ സാറും ആന്റിയും കുഞ്ഞുങ്ങളും
കുഞ്ഞുങ്ങളും നമ്മോട് കൂടെ ഉള്ളത് വളരെ സന്തോഷമാണ്, ഓർക്കുന്നു. അതുപോലെ നമ്മുടെ ഇടവകയിൽ നിന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിലൊക്കെ അവരെ ദൈവം അനുഗ്രഹമായിട്ട് ഉപയോഗിക്കുന്നു. അത് ഓർക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാനും, നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുമ്പോഴൊക്കെ ഇവിടെ നിന്ന് പോയിരിക്കുന്ന സുവിശേഷകരെ അച്ഛന്മാരെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഫ്രൂട്ട്ഫുൾ ആയിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പെയിന്റർ ഹിൽസ് കരോളില് മങ്കൊമ്പില് പെയിന്റർ വാലി സഭയിൽ പോയപ്പോൾ അവിടെ രാജേഷ് അച്ഛൻ കടന്നു വന്നു. അപ്പൊ ഞാൻ രാജേഷ് അച്ഛൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന അവസരത്തില് എനിക്ക് അയ്യപ്പൊങ്കോലിലെ പല ഓർമ്മകൾ വന്നപ്പം പ്രസംഗിച്ച അവസരത്തില് ഞാൻ പറഞ്ഞ ഒരു ചരിത്രം ഞാൻ ഓർക്കുകയാണ്. അച്ഛനോട് ഇരുന്നപ്പോൾ ഞാൻ അവരോട് ഒരു സാക്ഷ്യം പറഞ്ഞു. എവിടെ പോയാലും അയ്യപ്പൊങ്കോലിന്റെ സാക്ഷ്യം പറയാതെ എനിക്കൊരു മെസ്സേജ് ഇല്ല. അത് തീർച്ചയായിട്ടും ഈ സഭ നൽകിയ കൈത്താങ്ങലും പ്രാർത്ഥനയും ഒക്കെയാണ്. ഇവിടുത്തെ മാതാപിതാക്കളും സഹോദരന്മാരും തന്ന പിന്തുണയാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് വിവിധ മേഖലകളിലെ ശുശ്രൂഷയിലായിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഓർക്കുകയാണ്, ഒരു കരോളിന്റെ അവസരത്തില് ഇവിടെ വന്ന ഇന്നത്തെ യുവജനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും അത്രയും ഒരു ഊഷ്മളതയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ റീതിങ് ചെയ്യേണ്ടി വരും. സീനിയർ യൂത്ത്സ് ഒക്കെ ഉണ്ട്, എന്നാൽ നമ്മുടെ വളർന്നു വരുന്ന യൂത്ത്സ് ഒക്കെ അത്രയും കമ്മിറ്റഡ് ആണോ എന്ന സംശയമുണ്ട്. അന്ന് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ വന്ന് പാതിരാത്രി വീട്ടിലെത്തുന്ന രീതിയാണ്. ഒരു എക്സാമിനേഷൻ നടത്തുമ്പോൾ അന്ന് രാജേഷ് അച്ഛനെ പിറ്റേ ദിവസം 10ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ നടക്കുകയാണ്. വലിയ എക്സാം, ആനുവൽ എക്സാം. നാളെ നമ്മുടെ പല കുട്ടികൾക്കും എക്സാമിനേഷൻ ഉള്ള ഒരു കോൺടെസ്റ്റ് ഞാനിത് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിച്ചു. ആനുവൽ എക്സാം 10ാം ക്ലാസ്സിൽ നടക്കുന്ന അവസരത്തില് ഞാൻ ഓർക്കുന്നുണ്ട്, പള്ളിയിൽ വന്നതിന് ശേഷം ഒന്ന് കരോൾ നയിച്ചോ കാര്യങ്ങളോ ഒന്നുമല്ല, സാധാരണ യൂത്തും കൊയറും അതുപോലെ തന്നെ വീട്ടുപ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് ഞാനും എന്റെ ചേട്ടനും രാജേഷ് അച്ഛനും വിജിലി അച്ഛനും ഒക്കെ ചേർന്ന് നടന്നാണ് പോകുന്നത്. അന്ന് വണ്ടി ഒക്കെ കുറവാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ കൂട്ടായ്മയൊക്കെ കഴിഞ്ഞ് അച്ഛന്മാരുടെ കൂടിയുള്ള ഫെലോഷിപ്പിന് ശേഷം നടന്ന് വെളിയിലാങ്ങ സുന്ദരം പാർക്കില് രാജേഷത്തിന്റെ വീട് അവിടെയാണല്ലോ. അച്ഛനെ മുകളിലേക്ക് കയറ്റി വിട്ടിട്ട് ഞാനും ചേട്ടനോട് വീണ്ടും മുന്നോട്ട് നടക്കുക രാത്രിയിൽ. അന്നേരം 10:30 മണിയായി. തലേ ദിവസം ഞായറാഴ്ച 10:30 മണി. പിറ്റേ ദിവസം അച്ഛന് 10ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ ഉള്ളയാണ്. ഞാനത് എപ്പോഴും ഓർക്കാറുണ്ട്. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്നതിന്റെ അനുഗ്രഹങ്ങൾ അന്നുള്ള യങ്സ്റ്റേഴ്സിന് ദൈവം നൽകി. അതിലൊരു പ്രോഡക്റ്റാണ് ഞാൻ മാത്രമല്ല, ഇവിടെ നിന്നുള്ള അനേക യുവതിയുവാക്കന്മാർ. ദൈവം അവരെ ഒന്നും ഒരിടത്തും പിന്നിലാക്കിയിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി പലപ്പോഴും ഇവിടെ കടന്നു വരുമ്പോൾ പറയുന്നതാണ്. ഇത് മാത്രമേ പറയുന്നുള്ളൂ. നാളെ എക്സാം ഉള്ള കോൺടെസ്റ്റിൽ ഇത്രയും കുഞ്ഞുങ്ങൾ ഈ ഗായക സംഘ അംഗത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. എലക്ഷൻ നേരത്തെ ഉണ്ടായതുകൊണ്ട് അല്പം കൂടെ നീട്ടി വെച്ചു എക്സാമിനേഷനൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ദൈവമാണ് ബുദ്ധിയും ജ്ഞാനവും വിവേകമൊക്കെ നൽകുന്നത്. ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ അതോടുകൂടി ദൈവം നിങ്ങൾക്ക് എല്ലാം തരും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി എവിടെയായിരുന്നാലും ദൈവത്തിന് കൊടുത്താൽ ദൈവം ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് തന്നെ നിങ്ങളെ എല്ലാം കൊണ്ടുപോകും. അതുകൊണ്ട് ആലയത്തിന്റെ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും സൺഡേ ക്ലാസ്സുകളിലും ഒക്കെ ഇനിയും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റു മുഴുവനൊന്നും ഇല്ലാതെ വചന ശുശ്രൂഷയിലേക്ക് വളരെ തിടുക്കത്തിൽ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന്റെ ജനനം ഒരു മത ആചാരമോ ഒരു മൂല്യപരമായ ഉത്സവമോ മാത്രമല്ല. അത് ഇതിനു മുമ്പും ഞാൻ കഴിഞ്ഞ വർഷം മെസ്സേജ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചരിത്രത്തെ രണ്ടായിട്ട് കീറി കുറിച്ചതാണ് യേശു കർത്താവിന്റെ ജനനം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചരിത്രം തന്നെ സാക്ഷ്യം നിർത്തിയാണ് ക്രിസ്തുവിന്റെ ജനനം അത് ഈ ചരിത്രത്തിന്റെ സാക്ഷ്യമായിട്ട് നിലനിർത്തി. കാരണം AD എന്ന് പറയുന്ന വാക്ക് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്നോ ഡൊമിനി എന്ന് പറയുന്ന ലാറ്റിൻ വാക്ക്, അതിന്റെ അർത്ഥം രക്ഷകന്റെ പുണ്യ അവതാരമാണ്. BC എന്ന് പറയുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടം. അപ്പോൾ ഈ ലോക ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് കീറി മുറിക്കാൻ കർത്താവിന്റെ ജനനത്തിന് സാധിച്ചു. പിന്നെ ഒരു സാക്ഷ്യത്തിന്റെ ആവശ്യമില്ല. ഈ ചരിത്രം തന്നെ ADയും BCയുമായിട്ട് കർത്താവ് രക്ഷകനാണെന്ന് സാക്ഷ്യം നിൽക്കുക. നമ്മൾ അതിന്റെ പിന്നണിക്കാരായിട്ട് മെസ്സേജ് എടുത്ത് അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലോകത്തിന് ഒരു പുതിയ പ്രഭാതമാണ് ക്രിസ്മസ് നൽകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. പുതിയ പ്രഭാതം എന്ന് പറയുമ്പോൾ രാത്രി പലപ്പോഴും ഭയാശങ്കകൾ നിറഞ്ഞതാണ്. രോഗികളായിട്ട് കഴിയുന്ന ആളുകൾക്ക് രാത്രി വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രാവിലെ നേരം വെളുത്താൽ മതി. അതുപോലെ ബെഡ്രിഡനായിട്ട് കിടക്കുന്ന അനേക ആളുകളുണ്ട്. ഒരു സൂര്യന്റെ പ്രകാശം ഒരു ജനലിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആശ്വാസമായി. രാത്രി വളരെ പ്രയാസമാണ് തള്ളി നീക്കാൻ. അപ്പം പ്രഭാതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പുതിയ ഉന്മേഷമാണ്. അപ്പം ക്രിസ്മസ് ഈ ലോകത്തിന് തന്നെ ഒരു പുതിയ പ്രഭാതം സമ്മാനിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രദോഷം മാറി പ്രഭാതം വന്നു. ലോക ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ സംഭവമാണ് ക്രിസ്തുവിന്റെ ജനനം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്
ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് ശേഷം ക്രിസ്തുവിന്റെ ജനനം. 3-ാം നാള് യേശു കർത്താവ് ജനിച്ചു. ഇനി ഈ ലോകത്തിൽ സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അച്ഛൻ ഇന്ന് വളരെ കൃത്യമായിട്ട് മെസ്സേജ് പറഞ്ഞു എന്നാണ് ജനീഷ് അതിൻ്റെ അടുത്ത് പറഞ്ഞത്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള സന്ദേശം. ഇനി ഈ ലോകത്തിൽ സംഭവിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. കർത്താവെ വരയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ പല ലിറ്റർജിക്കൽ പ്രേയേഴ്സും അവസാനിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഈ രണ്ടാമത്തെ വരവിനെ ഒരുങ്ങി കാത്തിരിക്കുന്നവരായിട്ടുള്ള ജനസമൂഹങ്ങളായിരിക്കുന്ന നമുക്ക് ക്രിസ്തുവിന്റെ ജനനവും ക്രിസ്തുവിന്റേതായിട്ടുള്ള ക്രൂശുമരണവും ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും നൽകുന്നത് പ്രത്യാശയുടെ സന്ദേശം തന്നെയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ 720 വർഷങ്ങൾക്ക് മുമ്പ് നാം ഇന്ന് 1-ാം പാഠമായിട്ട് വായിച്ചു കേട്ട വേദഭാഗത്തില് പറഞ്ഞു, ഇരുളിൽ നടന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് ക്രിസ്തുവിനെയാണ് കാണുവാനായിട്ട് ഇടയായി തീർന്നത്. 520 വർഷങ്ങൾക്ക് മുമ്പ് മീക പ്രവാചക പുസ്തകത്തിൽ എഴുതപ്പെട്ടതും അതുതന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം മനുഷ്യനായി തീർന്ന മഹത്തായ സംഭവം, അത് നമുക്ക് അസാധ്യം എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ക്രിസ്മസിന്റെ അനുഭവം തന്നെ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു അനുഭവമാണ്. കന്യക ഗർഭിണിയാകുന്നു, അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വിവാഹം നിശ്ചയിച്ചിരുന്ന പെൺകുട്ടിയാണ് ജോസഫുമായി. ആ ജോസഫ് മറിയെ ചേർത്ത് പിടിക്കുന്നു. തന്നിൽ കൂടെ അല്ല എന്ന് അറിഞ്ഞിട്ടും ജോസഫ് തന്റെ ജീവൻ മരണ പോരാട്ടം ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നു. ആ ക്രിസ്തുവിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന ജോസഫ് അതൊരു വെല്ലുവിളിയായിരുന്നു. അപ്പൊ ഇതൊക്കെ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന അനുഭവങ്ങളായിട്ട് ക്രിസ്മസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്മസ് നമുക്ക് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുള്ള പോയിന്റാണ് ഈ പോയിന്റും. ക്രിസ്മസ് ഇൻട്രൊഡ്യൂസ് എ സെക്യുലർ ഗോഡ്. ഒരു മതേതര ദൈവത്തെയാണ് ഈ ക്രിസ്മസ് നമുക്ക് ഇന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വേലിക്കെട്ടുകൾക്ക് അപ്പുറമായിട്ട് കടന്നു ചെല്ലുവാനായിട്ടുള്ള ഒരു അനുഭവം, എല്ലാവരുടെയും രക്ഷ. ഈ ഒരു ആഗമന കാലഘട്ടത്തിലൂടെ നാം നിൽക്കുമ്പം രണ്ടാമത്തെ വരവിനെ കുറിച്ച് നമ്മൾ ഇന്ന് സഭയായിട്ട് ധ്യാനിക്കുകയും ചെയ്തതിന്റെ കോണ്ടസ്റ്റിൽ ആഗമനത്തിലെ 4 ഞായറാഴ്ച, അതിനുശേഷമാണ് ക്രിസ്മസിന്റെ ആരാധന വരുന്നത്. 4ാമത്തെ അഡ്വന്റിലെ സൺഡേ ആയിരുന്നു ഇന്ന് ഈ ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തത്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആണെങ്കിൽ ക്ഷമിക്കണം, പുതിയ ആളുകൾക്ക് അതൊരു ഇൻഫർമേഷൻ ആകും. ആഗമനത്തില് പാശ്ചാത്യ സഭകൾ, ഒരുപക്ഷെ നമ്മുടെ ഇവിടെയുള്ള സഭകൾ അത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല ആഗമന കാലഘട്ടം. ഫസ്റ്റ് സൺഡേ മുതൽ പിന്നീടുള്ള 4 ഞായറാഴ്ച, അതിനുശേഷം ക്രിസ്മസ് ഡേ, അത് വളരെ ക്രമീകൃതമായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പെന്തിക്കോസ്റ്റൽ സൺഡേയും അതുപോലെ തന്നെ ആഗമന ഞായറാഴ്ചയും തൃത്വ ഞായറാഴ്ചയുമൊക്കെ ദൈവാലയങ്ങളൊക്കെ അലങ്കരിച്ച്, നമ്മൾ ക്രിസ്മസിന് അലങ്കരിക്കുന്നത് പോലെ തന്നെ അലങ്കരിച്ചാണ് അവരതിനെ ആഘോഷമാക്കി മാറ്റുന്നത്. അതിന് പ്രത്യേക കാരണങ്ങൾ ഉണ്ട്. ആഗമന ഞായറാഴ്ച, ക്രിസ്മസിന് മുമ്പുള്ള 4 ഞായറാഴ്ചകളെയാണ് ആഗമന ഞായറാഴ്ചകൾ എന്ന് പറയുന്നത്. ഇത് ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി സഭ ഒന്നടങ്കം കാത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ജനങ്ങൾ ഒന്നടങ്കം വെയിറ്റ് ചെയ്യുന്നു. ഇതില് 4 മെഴുകുതിരികളുണ്ട്. അതിനുശേഷം 5ാമത് ലോങ് ക്യാൻഡിൽ ഉണ്ട്, വൈറ്റ് ലോങ് ക്യാൻഡിൽ. 5 മെഴുകുതിരികൾ ഓൾട്ടർ ടേബിളില്, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള സഭകളിലാണ് അത് കൂടുതൽ കാണുന്നത്. 5 മെഴുകുതിരികൾ ഉണ്ടായിരിക്കും. 5 മെഴുകുതിരികൾ ആദ്യത്തെ ആഗമനത്തിലെ 1ാമത്തെ ഞായറാഴ്ച 1 മെഴുകുതിരി കത്തിക്കും. ഓരോ മെഴുകുതിരിക്കും പല കളറുകളാണ്. കളറിന് പ്രത്യേക നിർവചനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 1ാമത്തെ സൺഡേയിൽ കത്തിക്കുന്ന മെഴുകുതിരിയുടെ പേരാണ്, ഓരോ മെഴുകുതിരിക്ക് ഓരോ പേരാണ്. കാൻഡിൽ ഓഫ് ഹോപ്പ് എന്നാണ് ആ മെഴുകുതിരിയുടെ പേര്, പ്രത്യാശയുടെ മെഴുകുതിരി. ഇത് ആഗമന കാലഘട്ടത്തിൽ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. സകലർക്കുമുള്ള പ്രത്യാശയായിട്ടാണ് ക്രിസ്മസ് വന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ക്രിസ്തുവിന്റെ ജനനം സെലിബ്രേറ്റ് ചെയ്യുന്നതോടൊപ്പം കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെയും നോക്കി പാർക്കുന്നത് കൊണ്ട് ഈ ലോകത്തെ ക്രിസ്ത്യാനികൾക്ക് ഇനി വരാനുള്ള ഏറ്റവും വലിയ പ്രത്യാശ, ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇന്ന് പല നമ്മളുടെ ഈ പഠനമൊക്കെ ഒത്തിരി കൂടി കഴിഞ്ഞപ്പം യങ്സ്റ്റേഴ്സിനൊക്കെ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന അവരുടെ ചിന്തയ്ക്ക് അപ്പുറമായുള്ള കാര്യങ്ങളായിട്ടാണ് ചിന്തിക്കുന്നത്. ഇതൊക്കെ ഇവിടം കൊണ്ട് തീരുന്നതല്ലേ എന്നാ പല ക്രിസ്ത്യാനികൾ ഇവരെയും പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ വരവ് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന ഒരു ചിന്ത തന്നെയാണ്. കർത്താവ് വീണ്ടും വരും, ഒരു സംശയവുമില്ല. അപ്പം ഇതൊരു വലിയ പ്രത്യാശയാണ്. ഇന്ന് പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കർത്താവ് വീണ്ടും വരുന്നു, അവൻ നമ്മളെ ചേർക്കും. പിന്നീട് രണ്ടാമത്തെ ഞായറാഴ്ച കത്തിക്കുന്ന മെഴുകുതിരിയാണ് കാൻഡിൽ ഓഫ് ബേത്ലഹേം എന്ന് പറയുന്നത്.
ബേത്ലഹേം യഹൂദ പ്രവിശ്യയിൽ ചെറുതായിരുന്നുവെങ്കിലും ഇസ്രയേലിന് അധിപനായിരിക്കേണ്ടവൻ അവിടെ നിന്ന് പുറപ്പെട്ടു വരുമെന്നാണ് മീക പ്രവാചകൻ പ്രവചിച്ചത്. നാം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേൾക്കാനായിട്ട് ഇടയായിരുന്നു. ബേത്ലഹേം താഴ്മയുടെ പ്രതീകമാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ വരവിനെ ഒരുങ്ങി കാത്തിരിക്കുന്ന സമൂഹമായിരിക്കുമ്പം 2000 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം താഴ്മയുടെ രൂപത്തിൽ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുള്ളൂ. കൂടുതൽ ദൈവം അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ കൂടുതൽ താഴാനായിട്ട് സാധിക്കണം. താഴ്ന്ന നിലത്ത് മാത്രമേ നീരൊഴുകുകയുള്ളൂ. എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ താഴ്മയുടെ ഭാവം ഏറ്റെടുക്കാനായിട്ട് ഈ ആഗമന കാലഘട്ടവും ഈ ക്രിസ്മസിന്റെ സുദിനവും നമ്മളെ ഓർപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാൻഡിൽ എന്ന് പറയുന്ന മൂന്നാമത്തെ അഡ്വന്റ് തേർഡ് സൺഡേ കത്തിക്കുന്നതാണ് കാൻഡിൽ ഓഫ് ജോയ്, ആനന്ദത്തിന്റെ മെഴുകുതിരി, അല്ലെങ്കിൽ കാൻഡിൽ ഓഫ് ഷെപ്പേർഡ്സ് എന്ന് പറയാറുണ്ട്. ഇടയന്മാരുടെ മെഴുകുതിരി എന്നാണ് അതിന് പേര് പറയുന്നത്. സകല ജനത്തിനുള്ള സദ്വാർത്ത ഇത് നമുക്ക് എല്ലാവർക്കുമായിട്ട് പങ്കുവെക്കണം. ക്രിസ്തു നമുക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയണം. ഈ കർത്താവ് ഇനിയും വീണ്ടും നമ്മെ ചേർക്കാൻ വരും. ആർ യു റെഡി എന്ന് ചോദിക്കാനായിട്ട് പറ്റണം. ഇതാണ് നമ്മൾ രാവിലെ ചിന്തിച്ച ചിന്ത. വെയിറ്റിംഗ് പീരീഡ് ആണ്. ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അതുകൊണ്ട് ഇതൊരു വെയിറ്റിംഗ് കാലഘട്ടമാണ്. പേഷ്യൻസ്, ക്ഷമയോടെ വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നീട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന മെഴുകുതിരി ഈ ഫോർത്ത് സൺഡേയിൽ കത്തിക്കുന്ന മെഴുകുതിരിയാണ്. അതായത് ഇന്ന് ഫോർത്ത് സൺഡേ ഇൻ അഡ്വന്റ്, കാൻഡിൽ ഓഫ് ഏഞ്ചൽ, ദൂതന്റെ മെഴുകുതിരി എന്നാണ് പറയുന്നത്. ദൂതന്റെ മെഴുകുതിരി എന്ന് പറയാൻ കാരണം ദൂതന്റെ പ്രഖ്യാപനമാണ്. കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറിയോടുള്ള ദൂതന്റെ പ്രഖ്യാപനം. ക്രിസ്തുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഞാനും നിങ്ങളും ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിനെല്ലാം വിട്ടുകൊടുക്കുക. ദൈവം ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടുന്ന കാര്യമില്ല. ഏറ്റവും അവസാനം ക്രിസ്മസ് ഡേയിലെ സർവീസില് അവർ കത്തിക്കുന്ന ഒരു വൈറ്റ് ലോങ് കാൻഡിൽ ഉണ്ട്. അത് 5ാമത്തെ മെഴുകുതിരിയാണ്. 5 മെഴുകുതിരിയും ഈ ക്രിസ്മസ് ദിനത്തില് ഓൾട്ടർ ടേബിളിൽ കത്തിയിരിക്കും എന്ന് നല്ല ആചാരങ്ങളാണെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അപ്പൊ ആചാരങ്ങൾക്കൊക്കെ അതിലർത്ഥം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്നിട്ട് പുരോഹിതൻ ഇപ്രകാരം പറയാറുണ്ട്. ക്രിസ്തു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. പിന്നീട് കർത്താവ് തന്നെ പറഞ്ഞു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എന്നിട്ട് കോൺഗ്രിഗേഷനോട് പറയും, വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് ഏറ്റു പറയാൻ വേണ്ടി. ഇതൊരു വളരെ സുന്ദരമായ ഒരു ദൃശ്യമാണ്. ഞാനും നിങ്ങളും ഇരുളിലുള്ളവർക്ക് പ്രകാശമായിട്ട് നമ്മിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഈ ക്രിസ്മസ് നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് 3 ചിന്തകൾ വളരെ പെട്ടെന്ന് കമ്പിവാചകത്തില് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്മസ് ഈ ദിനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്ന ചിന്ത, നീ ഒരിക്കലും ഏകാകിയല്ല, ഇമ്മാനുവേൽ, ദ ക്രൈസ്റ്റ് ദ ലോർഡ് വിത്ത് us എന്നുള്ള ചിന്തയാണ്. യു ആർ നെവർ അലോൺ, ഗോഡ് വിത്ത് us എന്നുള്ള ചിന്ത. ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു, വചനം ജഡമായിട്ട് തീർന്നു എന്നാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അതുതന്നെയാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും ഗോഡ് എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാണ് തിയോളജിയൻസ് പറയുന്നത്. സ്വയം ശൂന്യനാക്കപ്പെട്ട ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിലെ എല്ലാ മഹിമകളും വെടിയുമുണ്ട്. എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഈ സർവ്വലോകത്തിനു വേണ്ടിയിട്ട് ജീവൻ നൽകുവാൻ വേണ്ടി കടന്നു വന്ന ഒരു ക്രിസ്തു. ക്രിസ്തുവിന്റെ ജനനത്തിൽ തന്നെ ഒരർത്ഥവും ഉണ്ടാകുന്നില്ല. മറിച്ച് ക്രിസ്തുവിന്റെ മരണം കൊണ്ടും 3-ാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുമാണ് ക്രിസ്മസിന് അർത്ഥമുണ്ടാകുന്നത്. ക്രിസ്തു കുഞ്ഞ് ബേത്ലഹേമിൽ പിറന്നത് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയല്ല, ഈ ലോകത്ത് ക്രിസ്തു പിറന്നത് മരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനനമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ പരിശോധിക്കുമ്പം ആദിയിൽ ദൈവം ആദ്യ മനുഷ്യരെ സൃഷ്ടിച്ചു, ഏദനിലാക്കി. ഡിസൊബീഡിയൻസ് കൊണ്ട് ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അവർ ഒരുമിച്ച് നടന്നു വരുന്നവരാണ്. ആദവും ഹവ്വയും ദൈവവും ഒക്കെ ഒരുമിച്ച് നടന്നിരുന്നവരാണ്. അവർക്ക് ആ കൂട്ടായ്മയൊക്കെ നഷ്ടപ്പെട്ടു. ജനിച്ച എന്നോട് ചിലപ്പോഴൊക്കെ തമാശയായിട്ട് പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ഹൗവ ഈ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആളുകളൊക്കെ ഇന്ന് വസ്ത്രം ധരിച്ച് നടക്കുന്നത്. അതല്ലെങ്കിൽ ഒരു പക്ഷേ വസ്ത്രമില്ലാതെ ആയിരിക്കാൻ നടക്കുന്നത്. അവർക്ക് നാണം തോന്നിയിരുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വസ്ത്രങ്ങളൊക്കെ മേടിക്കുന്ന ചെലവുകൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നുവല്ലോ എന്ന് പറയാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പാപം മനുഷ്യനിലേക്ക് വന്നപ്പോഴാണ് ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കുകയാണ് അവർ ചെടിയുടെ പിറകിലായിട്ട്. അപ്പോൾ അവരെ ഏദൻ തോട്ടത്തിൽ നിന്നുള്ള മഹിമ നഷ്ടപ്പെടുത്തി അവരെ പുറത്തേക്ക് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നീട് ദൈവം പല പല മുഖാന്തരങ്ങളായിട്ട് നോക്കി ഈ മനുഷ്യനെ വീണ്ടെടുക്കാൻ. അതിലൊന്നും സാധ്യമല്ലാതിന് ശേഷമാണ് അരുമകുമാരനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതായിട്ട്. സ്വന്തം പുത്രനെ തന്നെ നമുക്ക് വേണ്ടി ബലിയാടാകുവാൻ ക്രിസ്തു
വിട്ടുതന്നു. അതാണ് ഇമ്മാനുവൽ. പഴയ നിയമത്തിലൊക്കെ നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് നോഹയുടെ വല്യപ്പച്ചനാണ്, ദൈവത്തോട് കൂടെ നടന്നു എന്ന് രണ്ടുപേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സമാഗമന കൂടാരങ്ങൾ ഉണ്ടാക്കി, ശലോമോന്റെ സമയത്ത് ദൈവാലയങ്ങൾ ഉണ്ടാക്കി ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി പുതിയ നിയമത്തിലേക്ക് വന്നപ്പം ക്രിസ്തു തന്നെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ദൈവം നമ്മുടെ ഇടയിൽ പാർത്തു. അതിൽ പരമായ സന്തോഷം എന്താണ് നമുക്ക് അനുഭവിക്കാനുള്ളത്? എന്റെയും നിന്റെയും പാവങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു വന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ഓർക്കേണ്ടുന്ന ഒരു ചിന്ത, യു ആർ നെവർ അലോൺ. ഞാനും നീയും ഒരിക്കലും തനിച്ചല്ല. നാം തനിച്ചാണെന്ന് തോന്നുന്ന സ്ഥലത്ത് ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്. ഒരുപക്ഷെ പെറ്റ തള്ള കൈവിട്ടാലും കൈവിടത്തില്ല എന്ന് അരുളി ചെയ്തത് കർത്താവ് തന്നെയാണ്. ഇങ്ങനെ മനുഷ്യനോടുകൂടെ ദൈവം എന്നുള്ള ചിന്ത പിതാവായ ദൈവം പുത്രനിലൂടെ പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്നതും ഈ ചിന്ത തന്നെയാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഒരിക്കലും ഭയപ്പെടേണ്ട എന്നുള്ള ഒരു ചിന്ത ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്നു. രണ്ടാമത്തെ ചിന്തയിലേക്ക് പെട്ടെന്ന് പോകാം. നമുക്ക് രണ്ടാമത് ക്രിസ്മസ് പഠിപ്പിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ബി എ ഷൈനിങ് സ്റ്റാർ ഫോർ ജീസസ് എന്നുള്ള ഒരു ചിന്തയാണ്. യേശുവിന് വേണ്ടി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളായിട്ട് തീരാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ആദ്യത്തെ ക്രിസ്മസിൽ നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യന്തം സന്തോഷിക്കുമെന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ആ നക്ഷത്രത്തെ നോക്കി വിദ്വാൻമാർ ഇങ്ങനെ നടന്നു. ക്രിസ്തു കുഞ്ഞ് ജനിച്ച ആ വീടിന്റെ അവിടെ എത്തി. ആ നക്ഷത്രം അവിടെ നിന്നു. അവര് ക്രിസ്തുവിനെ കണ്ട് അവരുടെ കാഴ്ചകളൊക്കെ സമ്മാനങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇന്ന് അനേക നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ ദൈവാലയത്തിലും നമ്മുടെ നക്ഷത്രങ്ങളൊക്കെ അണിയിച്ച് ഒരുക്കിയിട്ടുണ്ട്. പുറത്തൊക്കെ ധാരാളം നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ വീടുകളിൽ നക്ഷത്രങ്ങളുണ്ട്. എന്നാൽ ഈ നക്ഷത്രങ്ങളൊക്കെ ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ക്രിസ്മസിന്റെ കാലഘട്ടങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ഭവനങ്ങളിലെ സ്റ്റാറുകളും അലങ്കാര വിളക്കുകളും ഒക്കെ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല എന്ന് കാണാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിന്റെ പിറവി ആഘോഷിക്കുകയും ഹേരോദാവിന്റെ പദ്ധതികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നതാണ് സമകാലിക ലോകത്തിലെ വിശ്വാസ പ്രതിസന്ധി എന്ന് കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിളിൽ ഞാൻ വായിക്കാനായിട്ട് ഇടയായിരുന്നു. യേശുവിന്റെ പിറവി ആഘോഷിക്കുകയും ഹേരോദാവിന്റെ പദ്ധതികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യും. ഒരു സ്ഥലത്ത് യേശുവിന്റെ തിരുജനനം ആഘോഷിക്കുക, മറ്റൊരു സ്ഥലത്ത് യേശുവിനെ കൊല്ലാനായിട്ട് പദ്ധതി ആലോചിക്കുകയാണ് ഹേരോദാവ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ടോ? ക്രിസ്മസ് അപ്രകാരമുള്ള ഒരു അനുഭവമാണോ? പല ആളുകൾക്കും പലതരത്തിലുള്ള അർത്ഥങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഈ ബൈബിൾ സൊസൈറ്റിയിലെ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തനം ഓരോ ദിവസവും ഓരോരുത്തർക്കും ഓരോ ഡിവോഷൻ കൊടുക്കാറുണ്ട്. 20 മിനിറ്റ് രാവിലെ ഒരു പ്രയറോട് കൂടി എല്ലാ ദിവസവും തുടങ്ങുന്നത്. ഒരു ചെറുപ്പക്കാരനായ ഒരു 25 വയസ്സുള്ള ഞങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളിക്കാരനായ ഒരു പയ്യൻ, നല്ലൊരു പ്രീച്ചറൊക്കെയാണ്. അവർ ഇപ്രകാരം പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഏതോ ഒരു കോളേജിൽ ഇങ്ങനെ ക്രിസ്മസിനെ കുറിച്ചുള്ള ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക. എന്താണ് ക്രിസ്മസ് എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ അതിന്റെ സ്ലൈഡൊക്കെ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോന്നിനെ കുറിച്ച് ഇങ്ങനെ കുഞ്ഞുങ്ങളെടുത്ത് ഇന്റർവ്യൂ പോകും. ക്രിസ്മസ് എന്താണ് എന്ന് ചോദിക്കുന്നതിന് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കരോൾ സർവീസ്, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ചിലർ പറയുന്നു പടക്കങ്ങൾ പൊട്ടിക്കുന്നു, ക്രിസ്മസ് ക്രിസ്തു എന്നൊക്കെ പറയുന്നു. എന്താണ് യഥാർത്ഥമായിട്ട് ക്രിസ്മസ് എന്ന് ആർക്കും പറയാനായിട്ട് പറ്റാത്ത ഒരു ഇന്റർവ്യൂ അദ്ദേഹം കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. യഥാർത്ഥ ക്രിസ്മസ് എന്താണെന്ന് ഇന്നത്തെ യങ് ജനറേഷന് അറിവില്ലാതെയായി പോയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ക്രിസ്മസിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ഭവനത്തിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം. ഒരുപക്ഷെ അവർക്കത് ലഭിക്കാത്തത് കൊണ്ട് എത്ര വളർന്നു ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടായാലും ഈ ക്രിസ്മസിന്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. ഓരോന്നിനും അതിന്റെ അർത്ഥങ്ങളുണ്ട്. അത് നമ്മളെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ഇടയായിരിക്കുന്നു. സാന്റാക്ലോസിന്റെ ഒരു അർത്ഥമുണ്ട്, റെഡ് കളർ ഉപയോഗിക്കുന്ന ഒരു അർത്ഥമുണ്ട്. ഞാൻ 2 വീഡിയോസ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ പ്രസംഗം പറഞ്ഞതുകൊണ്ട് ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഇത് നമ്മളെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ക്രിസ്മസിന്റെ അർത്ഥം എന്താണ്? ഇന്നത്തെ സമൂഹത്തിൽ കേരളത്തിന്റെ കോൺടെക്സ്റ്റിൽ ഒരു ബാർ ഉടമയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറയുന്ന അദ്ദേഹം കാത്തിരിക്കുക ഏറ്റവും കൂടുതൽ മദ്യം വിളമ്പുന്ന അവസരമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്മസ് പ്രോഗ്രാമിൽ ഒരു പാസ്റ്റർ ആശംസ അറിയിച്ച അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പ്രസംഗിക്കേണ്ടത് ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിയപ്പെടുന്നത് ഈ ക്രിസ്മസ് ദിനത്തിനുള്ള. എങ്ങനെയാണ് ഇതിനൊരു അവധി കണ്ടെത്താൻ സാധിക്കുന്നത്? നമ്മൾ തന്നെയായിട്ട് കാരണക്കാരായിട്ട് തീരുന്നു. ഈവൻ കരോൾ റൗണ്ട്സ് വരെയും മദ്യപിച്ചിട്ട് ഉള്ള ഒരു കൂട്ടമായിട്ട് തീരുന്ന അവസ്ഥ. ഇവിടെ എന്താണ് ക്രിസ്മസ് നമുക്ക് അർത്ഥമാക്കുന്നത്?
അതുപോലെ ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള അർത്ഥങ്ങൾ നമുക്കതിന് കാണാൻ സാധിക്കുന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുവാനായിട്ട് ഇടയായിട്ട് തീരണം. ആദ്യ സത്രമുടമ ക്രിസ്മസ് നഷ്ടപ്പെടുത്തിയ ഉടമയാണ്. ആദ്യത്തെ ക്രിസ്മസിന്റെ അനുഭവം അദ്ദേഹം ഏറ്റിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ സത്രം തന്നെ ഇന്ന് മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയും പ്രഘോഷിക്കുകയും ചെയ്താനേ ഈ കാലത്തൊഴുതു പോലെ തന്നെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഐ ഹാവ് നോ റൂം ഫോർ യു എന്നാണ് ആദ്യത്തെ സത്രമുടമ പറഞ്ഞത്. നമ്മൾ അങ്ങനെ പറയുന്നവരാകുന്നുണ്ടോ? നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ക്രിസ്തു ഉണ്ടോ? ക്രിസ്മസ് ഇല്ലാത്ത എഴുത്തുകൾ എക്സ്മസ് ആയിട്ട് മാറ്റപ്പെടുന്നുണ്ടോ? അതുകൊണ്ട് ഇവിടെ ഒരു സംഭവ കഥ ഈ പോയിന്റിനോട് ചേർന്ന് പറഞ്ഞ് അത് ആ പോയിന്റ് അവിടെ അവസാനിക്കാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. റീസെന്റ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കേട്ട ഒരു പേരാണ്, ഒരു വാക്യമാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീൻ. ജെസിക്ക റോഡ്രിഗസ് എന്ന് പറയുന്ന 24-കാരിയാണ്, മുംബൈക്കാരിയാണ് ഒരു പെൺകുട്ടിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. കോടാനുകോടി ജനങ്ങൾ ഇന്ത്യയില് ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കാണാനായിട്ട് ഇടയായി തോന്നുന്നു. ആ പെൺകുട്ടി പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യമാണ് പറയാനായിട്ട് ഇടയായി തോന്നുന്നത്. തനിക്ക് ദൈവം വിജയം നൽകിയപ്പം അതൊരു പുൽപിറ്റിൽ നിന്നോ ഒരു പള്ളിയിൽ നിന്നോ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞത് ഇപ്രകാരമാണ്: First of all, I want to thank my Lord and Savior Jesus Christ. Without him, I wouldn't be here. All glory to God. ഇത് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാനും ഒരു വാക്യവും കൂടെ ചേർത്ത് പറഞ്ഞ് കണ്ണുനീരൊഴുക്കിയ ഒരു പെൺകുട്ടിയെ, 24 വയസ്സുകാരിയെ കാണാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന് വേണ്ടി ഒരു ഷൈനിങ് സ്റ്റാർ ആയി തീരണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അച്ഛന്മാരോ ഉപദേശിമാരോ ഒന്നും ആകണമെന്നില്ല. ആയിരിക്കുന്ന ഇടത്ത് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് പറ്റും. ഈ പെൺകുട്ടിയുടെ പിതാവ് ഒരു ക്രിക്കറ്ററായിരുന്നു, ഒപ്പം ഒരു ഇവാഞ്ചലിസ്റ്റുമായിരുന്നു. ആ ചരിത്രം അവളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ചെറുപ്പത്തിലെ തന്നെ ക്രിക്കറ്റ് ബാറ്റും ബോളും മാത്രമല്ല അവർക്ക് കൊടുത്തത്, ഈ ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനാ ജീവിതവും കൊടുത്താണ് ആ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത്. പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ക്രിക്കറ്റ് ക്ലബിൽ നിന്ന് വരെയും അവളെ പുറത്താക്കിയ അനുഭവങ്ങൾ ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തോട് ചേർന്ന് നിന്നതിന്റെ അനുഗ്രഹമാണ് അവൾക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിരിക്കുന്നത്. ബി എ ഷൈനിങ് സ്റ്റാർ ഫോർ ജീസസ് ക്രൈസ്റ്റ്. പിന്നീട് ആ പെൺകുട്ടി ഇപ്രകാരം പറഞ്ഞു: When human efforts ends, divine intervention begins. മനുഷ്യ ശക്തി തീരുന്ന ഇടത്താണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഒരു തിളങ്ങുന്ന നക്ഷത്രമായിട്ട് എവിടെയായിരുന്നാലും നിന്നാൽ കർത്താവ് നമ്മളെ അറിയാതെ ഉയർത്തിക്കൊള്ളും എന്നുള്ളതിന് ഒരു സംശയമില്ല. ആ പിതാവ് അവളെ പഠിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്: Before I very much pray, success is temporary, but faith is eternal. ഈ ലോകത്തെ വിജയങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ വളരെ താൽക്കാലികമാണ്, പക്ഷേ വിശ്വാസമാണ് അന്ത്യം വരെ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തോന്നും. നിങ്ങൾക്കാവുമോ നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങളുടെ സ്കൂളിലുള്ളവരെയും കോളേജിലുള്ളവരെയും കുടുംബക്കാരെയും ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു ഷൈനിങ് സ്റ്റാർ ആയിട്ട് ഈ ജനീമയെ പോലെ ആയിരിക്കാൻ സാധിക്കുമോ? ഏറ്റവും അവസാനമായിട്ട് ഒറ്റ കാര്യങ്ങൾ പെട്ടെന്ന് പറയാം: എംബ്രേസ് എവരിവൺ വിത്ത് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് ക്രിസ്തു നമ്മളെ ഓർപ്പിക്കുകയാണ്. തുറന്ന ആകാശങ്ങൾക്ക് കീഴെയും പരന്ന ഭൂമിക്ക് മുകളിലുമാണ് യേശു പിറക്കുന്നത് എന്ന് അറിയാത്തവരാണ് അവനെ ഇന്നും മനുഷ്യനിർമ്മിതങ്ങളായ കൊട്ടാരങ്ങളിലും അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായ സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടക്കുന്നത്. പുറമ്പോക്കുകളിലും തെരുവുകളിലുമാണ് സ്വർഗം ഭൂമിയെ തൊട്ടത് എന്ന് പുൽക്കൂട്ടിൽ ജനിച്ച ക്രിസ്തു നമുക്ക് സാക്ഷ്യമാക്കി തന്നിരിക്കുക. എന്താണ് ഇതിന്റെ അർത്ഥം? യേശു കർത്താവ് പുൽക്കൂട്ടിൽ ജനിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയ പദ്ധതിയായിരുന്നു. കാരണം പുൽക്കൂട്ടിൽ ജനിച്ചതുകൊണ്ട് വിദ്വാൻമാർക്കും അതുപോലെ സാധാരണക്കാരായ ആട്ടിടയന്മാർക്കും ഒരുപോലെ യേശു കർത്താവിനെ ആക്സസ് ആയി, അല്ലെങ്കിൽ വന്ന് എത്തി ആരാധിക്കാനും കാണാനും വണങ്ങാനായിട്ടും പറ്റി. ഈ ക്രിസ്തുവാണ് നമ്മളോട് പറയുന്നത്: എല്ലാവരെയും ഈ സ്നേഹത്തിന്റെ കരങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കുക. ദൈവസ്നേഹം എല്ലാവർക്കും ദൈവം ക്രിസ്തുവിലൂടെ പകർന്നു. എനിക്കും നിങ്ങൾക്കും ഈ സ്നേഹം പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥവത്തായിട്ട് തീർന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് പഠിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ സുവിശേഷം അതാണ്. 4 സുവിശേഷങ്ങളുണ്ട്. 5ാമത്തെ സുവിശേഷം നീയും ഞാനുമാണ്. സുവിശേഷം സർവ്വജനത്തിനും നമ്മുടെ ജീവിതങ്ങളിലൂടെ ഈ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം. ആരെയും മാറ്റി നിർത്തേണ്ട കാര്യങ്ങളില്ല. മതി ഇതിലെ എന്ന് പറഞ്ഞ് മതിലുകൾ കെട്ടേണ്ടുന്ന കാര്യങ്ങളില്ല. ഒരു ബോർഡർലെസ് ചർച്ച് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമുക്കിടയായി തീരണം. സന്തോഷം അതിരുകൾക്കപ്പുറത്തേക്ക് കൈമാറുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. ക്രിസ്മസ് ഒരു ഉത്സവമല്ല, മറിച്ച് ഇതൊരു ദൗത്യമാണ്.
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ സന്ധ്യകൾ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ആരോടെങ്കിലും വ്യക്തിബന്ധങ്ങളിലോ കുടുംബ ബന്ധങ്ങളിലോ സഭാബന്ധങ്ങളിലോ മുറിവേറിയ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരണം. പലപ്പോഴും വചനം അപ്രകാരം നമ്മളോട് സംസാരിക്കാനായിട്ട് ഇടയായി തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകളിലും ആരാധനകളിലുമൊക്കെ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ആരോടും ഒരു പരിഭവം ഇല്ലാതിരിക്കുക, ആരോടും ഒരു ദേഷ്യം ഉള്ളിന്റെ ഉള്ളിൽ ഇല്ലാതിരിക്കുക. ഇനി ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോ വൈകുന്നേരം കിടന്നുറങ്ങുന്നതിനും അതിന് ക്ലിയർ ചെയ്യുക. നമ്മുടെ മനസ്സുകൊണ്ട് മാത്രം ക്ലിയർ ചെയ്താൽ പോരാ. നീ നിന്റെ വഴിപാടുമായി ദൈവസന്നിധിയിൽ വരുമ്പം നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും കുറവുണ്ടെന്ന് നിനക്ക് തോന്നിയ നീയാണ് ചെന്ന് നിരപ്പ് പ്രാപിക്കേണ്ടത്. അങ്ങനെ ഒരു നിരപ്പിന്റെ അനുഭവം കൂടി ഈ സ്നേഹത്തിന്റെ അവസരമായിട്ടുള്ള ക്രിസ്മസ് നമുക്ക് വിളിച്ചോതുക. ക്രിസ്തു അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ക്രിസ്തു തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി, തന്നെ ബലിയാടാക്കിയവർക്ക് വേണ്ടി, തന്നെ കുറ്റം പറഞ്ഞവർക്ക് വേണ്ടി ഒക്കെയാണ് ഇറങ്ങി വന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. മനസ്സിലാക്കുക, ഞാനും നിങ്ങളും ഒരിക്കലും തനിച്ചല്ല. ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ഒരിക്കലും ഭയപ്പെടേണ്ടുന്ന കാര്യങ്ങളില്ല. രണ്ടാമത്, യേശുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന പ്രകാശ നക്ഷത്രങ്ങളായിട്ട് മാറുക. ബി എ ഷൈനിങ് സ്റ്റാർ ഫോർ ജീസസ്. നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. കൂടുതൽ പ്രസംഗിക്കേണ്ട, നമ്മുടെ ജീവിതം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവരെ ദൈവത്തെ അറിയും. മൂന്നാമത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക. എംബ്രേസ് ഓൾ വിത്ത് ക്രൈസ്റ്റ് ലവ്. എല്ലാവരെയും സ്നേഹിക്കുക, ആരോടും ഒരു പരിഭവം ഇല്ലാതിരിക്കുക. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന അവസരത്തിൽ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട കാര്യങ്ങളില്ല. ഉടമ്പടിയുടെ ദിവസത്തിലേക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യങ്ങളില്ല. ഈ രാത്രിയിൽ തന്നെ ഏതെങ്കിലും ബന്ധങ്ങളിൽ മുറിവുകളുണ്ടോ എന്ന് ശോധന ചെയ്യുക. ഒരിക്കൽ ചിലപ്പോൾ വീട്ടിലായിരിക്കാം, അമ്മയും മരുമക്കളും തമ്മിലായിരിക്കാം, അമ്മായി അപ്പനും മരുമക്കളും തമ്മിലായിരിക്കാം, മക്കളും മാതാപിതാക്കളും തമ്മിലായിരിക്കാം, നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വിദൂരതയുള്ള ആരോടെങ്കിലും നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ പ്രയാസങ്ങൾ ഉണ്ടായെങ്കിൽ ഈ രാത്രിയിൽ തന്നെ അത് ക്ലിയർ ചെയ്യുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം പ്രിയമുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആരാധനകളും നമ്മുടെ കൂടിവരികളും നമ്മുടെ വഴിപാടുകളും ഒക്കെ ക്രിസ്തുവിന് പ്രസാദമുള്ളതായി തീരും. അവിടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സാക്ഷ്യമായിട്ട് തീരും. അതിനായിട്ട് ഈ ക്രിസ്മസ് സന്ധ്യ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ഗാന ശുശ്രൂഷയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയിൽ ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. You
Stay
അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ അതത് സഭയിലെ കൊയർ മെമ്പേഴ്സുമാണ്. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടെ അവരെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി കോട്ടയത്ത് നിന്ന് കത്രീന. നമ്മുടെ പാട്ടുകാരെ വെല്ലുവിളിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ബ്യൂട്ടി പാർലറും ഷോപ്പിംഗും കത്രീനയുടെ വീക്ക്നെസ് ആണ്. ഇത്തിരി സെൽഫിഷായിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത്.
വിഭാഗം പുന്നശ്ശേരി പൊന്നമ്മ. വെറും പൊന്നമ്മയല്ല, പത്മശ്രീ പൊന്നമ്മ. അതിസമ്പന്നയാണെന്ന് ചോദിച്ചാൽ വേറൊരു കാരണവും ഈ പത്മശ്രീ ലഭിക്കുന്നതിന് പേരിലുണ്ടെന്ന് നാട്ടുകാരോ വീട്ടുകാരോ ഇതുവരെ വിശ്വസിക്കുന്നില്ല. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കാം കുമ്പളാൻ പൊയ്കയിൽ നിന്ന് വന്ന കുഞ്ഞമ്മ. പാചകത്തിന്റെ രുചി അറിയാത്തവർ കുഞ്ഞമ്മയെ ഒരിക്കലും മറക്കില്ല. അടുത്തതായി നമുക്ക് ക്ഷണിക്കാം മാവേലിക്കരയിൽ നിന്നും വന്ന മറിയാമ്മ. സഭയ്ക്കും സ്ത്രീജനങ്ങൾക്കും കുഞ്ഞമ്മ വളരെ പ്രിയങ്കരിയാണ്. അതിന്റെ കാരണം ആ കൈകളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അവസാനമായി തോലശ്ശേരി തെയ്യാമ്മ. നല്ലൊരു നർത്തകിയും കളിയും കളിക്കുന്ന തെയ്യാമ്മ മാസ്റ്റർ സെക്രട്ടറിയുടെ മാർഗകളിയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരം വൈറ്റ് ഹൗസിലേക്ക് പോകുന്നതിന്റെ ത്രില്ലിലാണ് തെയ്യാമ്മ. നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന അമ്മച്ചിമാർക്ക് സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കൊയർ മെമ്പേഴ്സ് ആയതുകൊണ്ട് എന്ത് ചോദിച്ചാലും ഒരു പാട്ടിലൂടെ മറുപടി പറയുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര? ഉള്ള കാര്യം പറയണല്ലോ അമ്മച്ചിമാരെ, നിങ്ങൾ ഈ വസ്ത്രത്തിൽ കാണാൻ നല്ല രസമുണ്ട്. നാട്ടിൽ നിന്ന് എത്തിയതല്ലേ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഇടുക്കി? കോട്ടയമാണോ ഇടുക്കിയാണോ നല്ലത്? അതിരിക്കട്ടെ, നിങ്ങൾ തന്നെയാണോ വന്നത്? അപ്പച്ചമാരെ ഒന്നും കൊണ്ടുവന്നില്ലേ? എന്ത് പറ്റി ചെയ്യാമച്ചി? അമ്മച്ചിക്ക് അപ്പച്ചനെ പറ്റി വേറെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ഓഹോ, അങ്ങനെയാണല്ലേ. മക്കളൊക്കെ എന്തെടുക്കുന്നു? നിങ്ങളെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ, അത് കഷ്ടമായി പോയല്ലോ. അപ്പോൾ മരുമക്കൾ എങ്ങനെയുണ്ട്? ആഹാ, മരുമക്കളെ പേടിയാണോ? കൊള്ളാമല്ലോ അമ്മച്ചിമാരെ. നിങ്ങളുടെ അമ്മായിമാരും നിങ്ങളെ പറ്റി ഇങ്ങനെയാവും പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ അച്ഛനെ പറ്റി എന്ത് പറയുന്നു? പരിചയപ്പെട്ടോ? അപ്പൊ സെക്രട്ടറിയെ പറ്റിയോ? സഭാംഗങ്ങളെ പറ്റി എന്ത് പറയുന്നു?
പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെ നീ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. ഇനി പൊതുവായി ഞങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശം തരാനുണ്ടോ? വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം,
രാജരാജൻ മയങ്ങുന്നു കാവൽ മാലാഖമാരേ നടക്കരുതേ താഴേക്കുൾ തൊട്ടിൽ രാജരാജൻ മയങ്ങുന്നു കാവൽ മാലാഖമാരേ രാജരാജൻ മയങ്ങുന്നു കാവൽ മാലാഖമാരേ കാവൽ
യാത്രയായി
കനിമരുസൂര് വഴി